ആലിലത്താലി. രചന മുഹമ്മദ് റാഫി. അവതരണം സൽസാമുസ്തു. പെട്ടെന്ന് ഡോറിന് മുമ്പിൽ നിന്ന് മറിഞ്ഞ നേൽരൂപം ആരുടെയാണെന്നറിയാൻ ഞാൻ പുറത്തേക്ക് ഓടി വന്നതും കണ്ടു യദു മുകളിലേക്ക് കയറിപ്പോന്നത്. ഈ പഹിൻ്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇന്ന്? എന്നിട്ട് ഇവനെന്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ഇനി ഇവൻ്റെ ആക്രാന്തം കാരണം എൻ്റെ നന്ദൂസിനെ അടിച്ച് ഓടിച്ചോണു. ഡാ, എൻ്റെ വിളി കേട്ടതും തിരക്കിട്ട് മുകളിലേക്ക് കയറിപ്പോന്ന് യദു തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒന്ന് എളിച്ചു കാണിച്ചു. നീ എന്തിനാ കോപ്പ എൻ്റെ റൂമിൻ്റെ മുമ്പിൽ ഒന്ന് ഒളിഞ്ഞു നോക്കിയത്? നിനക്ക് നോക്കാൻ മാത്രമായിട്ട് ഒന്നും നിൻ്റെ റൂമിലില്ലേ? അല്ലാതെ എൻ്റെ റൂമിലല്ലല്ലോ ഉള്ളത്. പോടക്കോപ്പേ, ഞാൻ വെള്ളം എടുക്കാൻ വന്നപ്പോൾ നിൻ്റെ റൂമിൽ നിന്ന് സംസാരം കേട്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാ. ഇങ്ങനെ പോയ മോൻ കുറേ വെള്ളം കുടിക്കും. അവളോട് പഞ്ചാര അടിക്കാതെ പോയി ഉറങ്ങാൻ നോക്കടാ. ഓ, അത് ഞാൻ തീരുമാനിച്ചോളാം. ആദ്യം നീ പോയി ഉറങ്ങാൻ നോക്ക്. ഞാനത് പറഞ്ഞതും എന്നെ നോക്കിക്കൊണ്ടവൻ റൂമിലേക്ക് പോയി. വെള്ളവുമായി റൂമിലെത്തി യദുവിൻ്റെ നോട്ടം ചെന്ന് പതിഞ്ഞത് കൊച്ചു കുട്ടിയെപ്പോലെ ബെഡിൻ്റെ ഒരറ്റത്തായി ചുരുണ്ടു കൂടി കിടക്കുന്ന നന്ദുവിലായിരുന്നു. ഉറങ്ങുമ്പോഴും ആ നിഷ്കളങ്കമായ ചിരി ചുണ്ടിൽ വിരിഞ്ഞു നിൽക്കും പോലെ തോന്നിയവന്. ആ സമയം അവൻ്റെ ഉള്ളിൽ വല്ലാതെ കൊതിച്ചു അവളുടെ മനോഹരമായ കവിളിൽ അവൻ്റെ അതിരങ്ങൾ ചേർത്ത് വെക്കാൻ. വെള്ളം മാറ്റിവെച്ച് അവൾക്കരികിലേക്ക് കിടന്നുകൊണ്ട് അവൻ അവളെ തന്നെ അങ്ങനെ ഏറെ നേരം നോക്കി നിന്നു. അവളെ മുഖത്തേക്ക് നോക്കുന്തോറും അവളിലേക്ക് അടുക്കാൻ അവൻ്റെ ഉള്ളം വല്ലാതെ കൊതിക്കുന്നുണ്ടായിരുന്നു. ബെഡിൽ നിന്നും പതിയെ എഴുന്നേറ്റുകൊണ്ട് അവൻ്റെ അതിരങ്ങൾ അവളുടെ കവിളിലേക്ക് ചേർത്ത് വെക്കാൻ തുനിഞ്ഞതും പെട്ടെന്ന് അവൻ അവൾക്ക് കൊടുത്ത വാക്ക് ഓർത്തെടുത്തു. നിന്റെ സമ്മതമില്ലാതെ നിന്റെ ശരീരത്തിൽ ഞാൻ തൊടില്ലെന്നുള്ള വാക്ക്. ആ നിമിഷം എൻ്റെ ആഗ്രഹങ്ങൾക്ക് കഴിഞ്ഞാണിട്ടുകൊണ്ട് അവളുടെ അരികിലായി കയറിക്കിടന്നു. അപ്പോഴും എൻ്റെ കണ്ണുകൾ അവളുടെ മേനിയിൽ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഉറക്കത്തിൽ ഉടുപ്പിൽ നിന്ന് സ്ഥാനം മാറിക്കിടക്കുന്ന സാരിക്കിടിയിൽ കൂടി കാണുന്ന നഗ്നമായ ആലില വയറിൽ എൻ്റെ കണ്ണുകൾ പതിഞ്ഞു. അന്നെൻ്റെ ഉറക്കം കളഞ്ഞ സ്വപ്നത്തെക്കുറിച്ച് ഞാൻ ഓർത്തെടുത്തു. എൻ്റെ കൈകളാലെ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിലെന്ന് വല്ലാതെ കൊതിച്ചുപോയി. AC-യുടെ തണുപ്പിൽ പെണ്ണ് വിറകൊള്ളുന്നത് കാണുമ്പോൾ അവളിലേക്ക് പടർന്നു കയറാനും എൻ്റെ ചൂട് അവളിലേക്കായി പകർന്നു നൽകാനും തണുപ്പിൽ നിന്ന് അവളെ പൊതിഞ്ഞു പിടിക്കാനും വല്ലാത്തൊരാഗ്രഹം തോന്നി. പക്ഷേ അവളായിട്ട് അടുക്കും മനസ്സും കാണിക്കാൻ വരെ ഒരു സ്പർശനം പോലും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലെന്ന് മനസ്സ് സ്വയം മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഭഗവാനെ, എനിക്ക് കൺട്രോൾ തന്നേക്കണേ. അത്രയും പറഞ്ഞുകൊണ്ടവൻ തണുത്ത് ചുരുണ്ട് കൂടി കിടക്കുന്ന അവളെ ഒന്ന് പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് എൻ്റെ പുതപ്പ് തലവഴി മൂടിക്കിടന്നു. ഇതേ സമയം യദുവിൻ്റെ പ്രവൃത്തികളോർത്ത് ഉറക്കം നടിച്ചു കിടക്കുന്ന നന്ദുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ യദു എഴുന്നേൽക്കും മുമ്പേ നന്ദു എഴുന്നേറ്റ് ഫ്രഷായി കിച്ചണിൽ കയറിയിരുന്നു. രാവിലെ ആവി പറക്കുന്ന ചായയുമായി അവൾ റൂമിലേക്ക് വരുന്നതും അവളെ കയ്യിൽ നിന്ന് ആ ചായ വാങ്ങിയ നികരും മുമ്പേ അവളെ കവിളിൽ ഒരു മധുര ചുംബനം കൊടുക്കുന്നതും എല്ലാം സ്വപ്നം കണ്ട് അല്പനേരം അവൻ ആ ബെഡിൽ തന്നെ ഇരുന്നെങ്കിലും അതൊന്നും ഈ അടുത്തൊന്നും നടക്കില്ലെന്ന് മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് അവൻ വേഗം എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് പോയി. അപ്പം കേട്ടു കിച്ചണിൽ നിന്നും അമ്മയുടെയും നന്ദുവിൻ്റെയും ജിത്തുവിൻ്റെയും സംസാരം. പതിയെ കിച്ചണിലേക്ക് പോയി ഡോറിൻ്റെ മറവിൽ നിന്ന് കൊണ്ടുവന്ന് എത്തി നോക്കിയതും കണ്ടു രണ്ടുപേരോടും പെണ്ണ് വാത്തു വരാതെ സംസാരിക്കുന്നത്. ഓഹോ, ഈ പെണ്ണിനി എന്നാണോ ഇതുപോലെ എന്നോടൊന്ന് വായി തുറന്ന് മിണ്ടുന്നത്? കാണുമ്പോൾ കൊതിയാവുന്നു. ഈ പാഹിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവൾക്ക് വാക്കുകൾ ക്ഷാമയില്ല. എൻ്റെ അരികിലെത്തുമ്പോഴാണ് മൗനവ്രതം. എൻ്റെ ഈശ്വര, ഇവളെ ഈ മൗനവ്രതം പേടിയെല്ലാം അവസാനിച്ചിട്ട് ഞാൻ ഇനി എന്നൊരച്ഛനാവുക? അതിനിവിടെ വന്ന ആൾ നോക്കി വെള്ളമിറക്കിയിട്ട് കാര്യമില്ല. അച്ഛനവനെ നീ കുറച്ചൊക്കെ അധ്വാനിക്കേണ്ടതുണ്ട്. കിച്ചണിൽ നന്ദുവിനോട് പാറട്ടിയോടും സംസാരിച്ചിരിക്കുമ്പോഴാണ് ഡോറിൻ്റെ മറവിൽ നിൽക്കുന്ന യദുവിനെ കണ്ടത്. പറയാൻ നന്ദുവിനെ തന്നെ നോക്കിയ നിൽപ്പാണ്. ആളെ ശ്രദ്ധ അവളിൽ തന്നെയാണെന്ന് മനസ്സിലായതും പതിയെ അവനരികിലേക്ക് ചെന്ന് നിന്നതും അവൻ പറയുന്നത് കേട്ട് ചിരി വന്നു പോയി. പാവം, ഒരു ഭർത്താവിൻ്റെ രോദനാണ് പായൻ ഈശ്വരന് മുമ്പിൽ ഇറക്കി വെക്കുന്നത്. അവൻ്റെ കാതോരം പോയി അങ്ങനെ ഒരു മറുപടി ഞാൻ കൊടുത്തതും എന്നെ നോക്കിയൊന്ന് ദഹിപ്പിച്ചു. ആ സമയം തന്നെ ഞാൻ അവന് നേരെ നല്ലതുപോലെ ഒന്ന് ഇളിച്ചു കാണിച്ചു. എന്താണോ കോപ്പ ഇളിക്കുന്നത്? അപ്പം ഇന്നലെ മുഴുപട്ടിണിയായിരുന്നല്ലേ? പാവം, വെറുതെ അല്ല എൻ്റെ റൂമിൻ്റെ ഭാഗത്ത് കിടന്ന് കറങ്ങിയത്. അതും പറഞ്ഞ് ഞാൻ പൊട്ടിച്ചിരിച്ചതും പാറുട്ടി നന്ദിസും ഞങ്ങളെ ഒന്ന് നോക്കി. എന്താടാ രണ്ടും കൂടി രാവിലെ കിടന്ന് പിറുപിറുക്കുന്നത്? ഞങ്ങൾ കൂടി കേൾക്കട്ടെ. ഒന്നുമില്ല പാറുട്ടിയേ, ഞാനെൻ്റെ ഏട്ടനോട് ചുമ്മാ ഒന്ന് വിശേഷം തിരിക്കിയതാ. അത്രയും പറഞ്ഞ് ഞാൻ യദുവിനൊന്ന് നോക്കിയതും എന്നെ തട്ടിമാറ്റിക്കൊണ്ടവൻ അമ്മക്കരികിലേക്ക് നടന്നു. ആ സമയം തന്നെ നന്ദു അവനെ നേരെ ചായ നീട്ടി പിടിച്ചതും അവൻ അവളെ തന്നെ നോക്കി നിന്നു. ഡാ, നോക്കി നിൽക്കാത്ത ചായ വാങ്ങി കുടിക്കാൻ നോക്ക്. അമ്മ അവനെ തട്ടിക്കൊണ്ടത് പറഞ്ഞതും അവൻ അവളെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങിക്കൊണ്ട് ഒന്ന് കണ്ണിറുക്കിയതും നന്ദു പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നിരുന്നു. അവനെ നടക്കട്ടെ എന്ന് കരുതി ഞാൻ പാറുട്ടിയെ മെല്ലെ അവിടെ നിന്ന് മാറ്റിക്കൊടുത്തു. നന്ദു, ദോശ ചുടുന്ന നന്ദുവിനോട് ചേർത്ത് നിന്നുകൊണ്ടവൻ പതിയെ വിളിച്ചതും അവൾ അവനെ ഒന്ന് നോക്കി. എന്താടാ, ഇപ്പോഴും എന്നെ കാണുമ്പോൾ ഈ പേടി മാറിയില്ലേ? അവൻ്റെ ചോദ്യത്തിന് അവൾ മൗനമായി മുഖം താഴ്ത്തി. നീ ഇങ്ങനെ എന്നോട് മാത്രം സംസാരിക്കാതെ നിൽക്കല്ലേ.
അമ്മയോട് ജിത്തുവിനോട് അടുത്ത് പെരുമാറും പോലെ എന്നോടും ആയിക്കൂടെ? എനിക്ക് മുമ്പിലുള്ള നിൻ്റെ ഈ മൗനം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന പോലെ. മനസ്സ് തുറന്ന് എന്നോടൊന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്തൂടെ? എന്നെ വെറുക്കുന്നില്ലെന്നുള്ള ഒരാശ്വാസത്തിന് വേണ്ടിയാ. അറിയാം നിൻ്റെ സ്നേഹം ചോദിച്ചു വാങ്ങാൻ എനിക്ക് അർഹതയില്ലെന്ന്. എങ്കിലും ആഗ്രഹിച്ചു പോവാൻ ഞാൻ. നമ്മുടേതായ ഒത്തിരി നല്ല നിമിഷങ്ങൾ വന്നു ചേരാനായി. ചുണ്ടിലൊരു നേരത്തെ ചിരിയോടെയാണ് അവൻ അവളോടത് പറഞ്ഞതെങ്കിലും ഇടയ്ക്കെപ്പോഴും അവൻ്റെ സ്വരമിടറുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. ആ സമയം അവളുടെ ഉള്ളിലും അവനോട് കാണിക്കുന്ന അകലത്തിൽ വേദന തോന്നി. പിന്നെ ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി ഒത്തിരി നാളൊന്നും ഈ കെട്ടിയവനെ കണ്ടില്ലെന്ന് വെക്കല്ലോ. പാവല്ലേ നമ്മുടെ അമ്മ. എന്നോട് ഇവിടെ നിന്ന് ചികിത്സയ്ക്ക് പോകും മുമ്പേ ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ആ ആഗ്രഹം നടക്കാനേ നീ കൂടി വിചാരിക്കണം. അവനൊന്ന് തിരിഞ്ഞു നിൽക്കുന്ന അവൾക്കരികിൽ ഒന്നുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ കാതിൽ മെല്ലെ അവൻ അത്രയും ഒഴിഞ്ഞതും അവൻ്റെ നിശ്വാസം അവളിൽ പതിഞ്ഞതും ആ ഉണ്ടക്കണ്ണുകൾ വിടർത്തി അവൾ അവനെ ഒന്ന് നോക്കി. ഇങ്ങനെ ഉണ്ടക്കണ്ണും തുറന്ന് നോക്കി എൻ്റെ കൺട്രോൾ കളയലും മുളെ. നിനക്ക് തന്നൊരു വാക്കിനൊരു വിധം പിടിച്ചു നിൽക്കുക ഞാൻ. നീയായിട്ട് എൻ്റെ മനസ്സ് മാറ്റരുത്. അവൾ മൂക്കിൻ തമ്മിലൊന്ന് തട്ടിക്കൊണ്ട് അവനത് പറഞ്ഞതും അവൻ തിരിഞ്ഞു നടന്നതും അന്നാദ്യമായി അവൾ അവൻ്റെ പാതിയെ ഓർത്ത് മനസ്സറിഞ്ഞ് ചിരിച്ചുപോയി. ആ സമയം തൻ്റെ പ്രാണനോടടുക്കൽ അവളുടെ മനസ്സ് മൊഴിയുന്നുണ്ടായിരുന്നു. ആ സമയം അവളിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന യദുവും അവളെ ഉള്ളിൽ ഒളിപ്പിച്ച പുഞ്ചിരി കണ്ടിരുന്നു. അപ്പോഴേക്കും അമ്മ നന്ദുവിനെ വിളിച്ച് അങ്ങോട്ട് വന്നത്. മോളെ നന്ദു, ഇനിയുള്ള ജോലിയൊക്കെ അമ്മ ചെയ്തോളാം. നീ പോയി റെഡിയാവാൻ നോക്ക്. ഇന്ന് അമ്പലത്തിൽ പോകണം പറഞ്ഞതല്ലേ? കിച്ചണിൽ നിന്ന് അമ്മ നന്ദുവിനോട് പറഞ്ഞ കാര്യം കേട്ടതും അവളെക്കാൾ മുമ്പ് തന്നെ യദു റൂമിലേക്ക് ഓടിയിരുന്നു. PT ഉഷ തോറ്റുപോകും മെജ്ജാതി ഓട്ടാണ്. അവൻ ഓടുന്നത് നോക്കി ഞാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു, പോള കോപ്പേ, അമ്പലത്തിൽ പോകണമെന്ന്. അതിന് റെഡിയാവാൻ ഓടുകയാണ്. നടക്കട്ടെ നടക്കട്ടെ. നന്ദു റെഡിയാവാൻ റൂമിലേക്ക് കയറിയതും അവിടെ കണ്ട് ഫോണും പിടിച്ച് യദു ബെഡിലിരിക്കുന്നത്. അവനെന്ന് നോക്കിക്കൊണ്ട് അലമാരയിൽ നിന്ന് സാരി എടുത്തതും യദു അതേ ഇരിപ്പ് തന്നെയായിരുന്നു. അല്പനേരം അവൾ ആ നിൽപ്പ് നിറർന്നെങ്കിലും യദു ബെഡിലിരുന്ന് ഫോണിൽ തന്നെ ശ്രദ്ധ കൊടുക്കുന്നതാണ് കണ്ടത്. അതെ, ഏട്ടനൊന്ന് പുറത്തേക്ക് നിൽക്കുമോ? ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറട്ടെ. അവനെ നോക്കി ശബ്ദം താഴ്ത്തിക്കൊണ്ടായിരുന്നു അവളത് പറഞ്ഞത്. അതിന് ഞാനെന്തിനു മാറുന്നത്? നീ ഡ്രസ്സ് മറിക്കോ? എങ്കിൽ വേണ്ട, ഞാൻ കണ്ണെടുത്ത് തിരിഞ്ഞിരിക്കാം. നീ വേഗം ഡ്രസ്സ് മറിക്കോ? അല്പ കുസൃതിയിലുള്ള അവൻ്റെ മറുപടി കേട്ടതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. എങ്കിലും ഏട്ടവിടെ നിന്നോ, ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി മാറിക്കോളാം. അതും പറഞ്ഞ് അവൾ റൂമിൽ നിന്ന് പോകുന്നതും അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് മുമ്പിലേക്ക് വന്നു. വേണ്ട, നീ ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സ് മറിക്കും. ഞാനങ്ങ് പൊയ്ക്കോളാമേ. ഓ, അടുത്ത കാലത്തൊന്നും നടക്കില്ല മോനെ. ഇത് പെട്ടെന്നൊന്നും എന്നോട് അടുക്കില്ല. എനിക്കിത് തന്നെ വേണം. സ്വഭാവം നല്ലതല്ലെങ്കിലേ എന്തൊക്കെ അനുഭവിക്കണം. ഈശ്വരാ, അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ ഫോണും ബെഡിലേക്ക് ഇട്ടുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി. നീ ഇതെവിടേക്കാ ചിത്തു ഒരുങ്ങിക്കെട്ടി പോന്നേ? രാവിലെ എൻ്റെ പെണ്ണിനെ കാണാൻ പോകാൻ റെഡിയാകുമ്പോഴാണ് ഏത് റൂമിലേക്ക് കയറി വന്നത്. അറിഞ്ഞിട്ടെന്തിനാ? നിനക്കൂടെ വരാനാണോ? വരണമെന്ന് പറഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? കാരണം ഇന്നത്തെ യാത്രയിൽ കൂടെ വരേണ്ടെന്ന് ആൾ റെഡിയായി അവിടെ കാത്തിരിപ്പുണ്ടാവുമല്ലോ. ഓഹോ, അപ്പം ഇന്നലെ ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് മുഴുവൻ പഹയം കേട്ടിട്ടുണ്ട്. എന്താടാ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ആദ്യ രാത്രിയിൽ എൻ്റെ ഫോണിൽ വിളി കറക്റ്റായിട്ട് ഒളിഞ്ഞു കേൾക്കാമെന്ന് എൻ്റെ ഏട്ടനെ കുറിച്ച് അഭിമാനം തോന്നി നിന്നുപോയതാണ് ഞാൻ. പോളക്കോപ്പേ, ഞാൻ നീ പഞ്ചാരടിക്കുന്നത് കേൾക്കാൻ നിന്നതൊന്നുമല്ല. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം പറയുന്നത് കേട്ടപ്പോൾ നിന്നുപോയതാണ്. മുമ്പ് നീ നന്ദൂസെന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുമ്പോഴും അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടാണല്ലോ നീ എന്നെ കൺഫ്യൂഷൻ ആക്കാറുള്ളത്. പിന്നെ നീ അങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോൾ കാര്യം എന്താണെന്ന് അറിയാൻ തോന്നി. അല്ല ജിത്തു, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നീ എന്തിനാ നിൻ്റെ പെണ്ണിന് ഫോൺ ചെയ്യുമ്പം അത് നന്ദൂസിനാണെന്ന രീതിയിൽ എന്നെ തെറ്റിദ്ധരിപ്പിച്ചത്? അതിനാര് പറഞ്ഞു ഞാൻ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചെന്ന്? ഞാൻ നന്ദൂസിനെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നത് എൻ്റെ നന്ദൂസിനെ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ പെണ്ണിനെ ഞാൻ വിളിക്കുമ്പോൾ എല്ലാം നീ കരുതും അതെല്ലാം നന്ദൂസിനാണെന്ന്. അത് എൻ്റെ കുഴപ്പമല്ല, കേൾക്കുന്നത് നിൻ്റെ കുഴപ്പമാണ്. അന്നല്ല നിനക്ക് സംശയമായിരുന്നു. സംശയത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാലേ ഞാൻ ആരെ വിളിച്ചാലും നിനക്കത് നന്ദൂസായിട്ട് തോന്നും. നിനക്കെന്നല്ല, സംശയം കണ്ണുകൊണ്ട് കാണുന്ന പലർക്കും. അത് പറഞ്ഞപ്പോൾ മുഖം നയന്നു പോയത്. ഇനി ഞാൻ പറഞ്ഞത് ഓർത്ത് സങ്കടം വേണ്ട. അന്നൊക്കെ നീ എന്നെ അവളെ സംശയത്തോടെ നോക്കുമ്പോൾ എനിക്ക് സങ്കടമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞങ്ങൾ എന്താണെന്നല്ലാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അത് മറ്റാരെയും ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ജിത്തു, സോറിടാ. ഹേ, അത് ഇട്ടേക്ക്, ഞാൻ പോയി വരാം. അവളുടെ അമ്മയ്ക്ക് എന്താ അസുഖം? അവളുടെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അന്ന് നമ്മുടെ പാറൂട്ടി വീണുപോയില്ലേ, ആ ദിവസമായിരുന്നു അവളെ ഞാൻ ആദ്യമായി കാണുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ ICUവിന് മുമ്പിൽ നിന്ന് പാറൂട്ടിയുടെ ജീവന് വേണ്ടി നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ അവൾ അമ്മയുടെ ജീവന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് തന്നെ അവളും ഉണ്ടായിരുന്നു. ആ ടെൻഷനിൽ അവളോട് എന്തെങ്കിലും ചോദിക്കാൻ എനിക്കും കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഞാനും അറിഞ്ഞത് ആ ഹോസ്പിറ്റലിൽ അവളുടെ അമ്മക്ക് കൂട്ടായി അവൾ തനിച്ചേ ഉള്ളൂ എന്ന്. അമ്മക്ക് പെട്ടെന്ന് സർജറി വേണമെന്നും ഇല്ലെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടില്ലെന്നും പറഞ്ഞപ്പോൾ ഒരാൺകുട്ടിയുടെ തൻ്റെ ഇടത്തോടെ എല്ലാത്തിനും ഓടി നടക്കുന്ന അവളോട് എപ്പോഴോ വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി എനിക്ക്.
അപ്പോൾ അവൾ അച്ഛൻ വേറെ ആരും അവൾക്ക്? അച്ഛൻ മരിച്ചു, പിന്നെ ഏട്ടനുണ്ട്. പക്ഷെ അന്ന് അവൻ ഇവിടെ ഇല്ലായിരുന്നു. പിന്നീടാണ് അറിയുന്നത് അഗിയേട്ടൻ്റെ ഫ്രണ്ടാണ് അവളെ ഏട്ടനെന്ന്. അപ്പോൾ ചുരുങ്ങിയത് കാലം കൊണ്ടാണ് ഒരു പ്രണയം ഇത്രയും ആഴത്തിൽ പടർന്നു വന്നിലിച്ചതല്ലേ. ഒത്തിരി കാലം പ്രണയിച്ചാൽ മാത്രം ആഴത്തിൽ പതിയൊന്നുമില്ല. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ അവൾ എനിക്ക് തരുന്ന സ്നേഹത്തിന് ഒരുപാട് ആയമുണ്ടായിരുന്നു. എന്നെ പൂർണ്ണമായും അറിഞ്ഞവൾ. എങ്കിൽ മോൻ പോയി എൻ്റെ പെങ്ങളെ വായി നോക്കി ഇരിക്കട്ടോ. ഞാൻ പോയി അവൾ അമ്മയെ ഹോസ്പിറ്റലിൽ കാണിച്ച് എൻ്റെ പെണ്ണിനെയും കൂട്ടി ഒന്ന് അടിച്ചു പൊളിച്ച് വരാം. അവനെ നാക്കിക്കൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അരികിലേക്ക് പുറപ്പെട്ടു. 2 ആഴ്ചകൾക്ക് ശേഷം. പാറുട്ടിയെ, അമ്മക്ക് ഭയങ്കര പരാതി ഉണ്ട് കേട്ടോ. ഈ ജിത്തുമോനൊട്ടും കാണാൻ കിട്ടുന്നില്ലെന്നും പറഞ്ഞിട്ട് നിശ്ചയത്തിനും വരുന്നില്ലെന്ന അമ്മയുടെ ചോദ്യം. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇവിടെ എൻ്റെ പാറുട്ടിയുടെ അരികിൽ അങ്ങോട്ട് കൂടാൻ പോവാന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് ആ മടിയിലേക്ക് തലവെച്ചതും ആ കൈകൾ തലയിൽ തലോടാൻ തുടങ്ങി. എൻ്റെ മോൻ ജിഷ്മോളെയും കെട്ടി ഇവിടെ ഇങ്ങ് കൂടിക്കോ. നീയേതും എൻ്റെ 2 പെൺമക്കളും നിങ്ങളുടെ മക്കളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് കൂടാം. എന്തുപറ്റി മുത്തശ്ശി, അവൻ തിരക്കായോ? എനിക്ക് തിരക്കായിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ മക്കൾക്കും കൂടി അത് തോന്നണ്ടേ. നന്ദമോളും ഏതുമോനും ഇനിയും അടുക്കാനുണ്ടെന്ന് അമ്മയുടെ മനസ്സ് പറയുന്നു. എവിടെയോ അവർക്കിടയിൽ ഒരു അകലുണ്ടോ മോനെ? ഹേയ്, അവർക്കിടയിൽ എന്തകലം? പിന്നെ അവളെ മനസ്സിനേറ്റ മുറിവുകൾ ഉണങ്ങാൻ കുറച്ച് സമയം വേണ്ടി വരും. അല്ലാതെ അവർക്കിടയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. കാത്തിരുന്ന് ഇനി എന്നാണോ എൻ്റെ ആഗ്രഹം ഒന്ന് നടക്കുക? എല്ലാം നടക്കും എൻ്റെ പാറുട്ടി. രാത്രി ജോലികളെല്ലാം കഴിഞ്ഞ് പാറുട്ടിക്കരികിൽ പോവാൻ നിൽക്കുമ്പോഴായിരുന്നു നന്ദു അവരെ സംസാരം കേൾക്കുന്നത്. എന്തോ അമ്മയുടെ ആഗ്രഹം യദുവിൻ്റെ സ്നേഹവും ഇനി കണ്ടില്ലെന്ന് വെക്കാൻ അവൾക്കും കഴിഞ്ഞിരുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞില്ലേ ഏട്ടനെ ഞാൻ അകറ്റി നിർത്താൻ തുടങ്ങിയിട്ട്. മനസ്സിലെൻ്റെ പതിയെ ഓർത്ത് പുഞ്ചിരിയിൽ അവൾ റൂമിലേക്ക് പോയതോ അവിടെ കണ്ടു ബെഡിലെ സൈഡിലേക്ക് ചേർന്ന് കിടക്കുന്ന യദുവിനെ. അല്പസമയം അവനരികിൽ അവൾ ചെന്നിരുന്നെങ്കിലും അവനിൽ അലക്കൊന്നും ഇല്ലാത്തത് കണ്ടപ്പോൾ മനസ്സിലായി ആൾ നല്ല ഉറക്കാണെന്ന്. ആ സമയം അവൾ ഉള്ളിൽ അവനോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി. അവൻ ഉണരാത്ത വിധം പതിയെ ബെഡിൽ അവനരികിലായി ഇരുന്നു കൊണ്ട് ആ കവിളിലേക്ക് അവൾ അതിരങ്ങൾ ചേർത്ത് വെച്ചതും ഞൊടിയിടയിൽ അവൻ കണ്ണുകൾ തുറന്നുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ച് അവനെ ദേഹത്തേക്ക് വലിച്ചിട്ടതും ഒരുമിച്ചായിരുന്നു. തുടരും. ബാക്കിനി അടിപൊളി റൊമാൻസിനുമായി നാളെ കാണാം. ബൈ ബൈ.